ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 33ാമത്തെ കഥയുടെ 12ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സ്നേഹപ്രിയയുടെയും അലി നൂറിൻ്റെയും കഥ. മുക്കുവനായ കരീമിൻ്റെ വേഷത്തിൽ ഖലീഫ അലി നൂറിൻ്റെയും സ്നേഹപ്രിയയുടെയും മുന്നിൽ എത്തുന്നിടത്താണല്ലോ നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. ബസ്രയിലെ സുൽത്താന് കൊടുക്കാൻ ഞാൻ ഒരു കത്ത് നൽകാമെന്ന് മുക്കുവ വേഷം ധരിച്ച ഖലീഫ പറഞ്ഞപ്പോൾ അലിനൂർ അത്ഭുതത്തോടെ ചോദിച്ചു, രാജാക്കന്മാർക്ക് മുക്കുവന്മാർ കത്തെഴുതുമോ? അത് കൊള്ളാമല്ലോ. അതിന് ഖലീഫ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ സൈനിയുടെ സഹപാഠിയായിരുന്നു. എഴുത്തും ഖുറാൻ വായനയും അദ്ദേഹത്തെക്കാൾ വേഗത്തിൽ ഞാൻ പഠിച്ചു. അദ്ദേഹം ബസ്രയിലെ രാജാവായി, ഞാൻ വെറും മുക്കുവനായി ജീവിച്ചു. എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇപ്പോഴും തുടരുന്നു. ഞാൻ എന്താവശ്യപ്പെട്ടാലും അദ്ദേഹം എനിക്കത് സാധിച്ചു തരും. എങ്കിൽ ദൈവത്തെയോർത്ത് കത്തെഴുതി തരൂ. ഖലീഫ നിലത്തിരുന്ന് ഒരു കടലാസ് എടുത്ത് മടിയിൽ വെച്ച് ഇപ്രകാരം എഴുതി, കരുണാമയനായ അല്ലാഹുവിൻ്റെ പേരിൽ നമ്മുടെ സാമന്തൻ മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ സൈനിക്ക് ഹാരുൺ അൽ റഷീദ് എഴുതുന്നത്. എന്തെന്നാൽ ഈ കത്ത് കൊണ്ടുവരുന്ന അലി നൂറിനെ, നിങ്ങളുടെ പഴയ പ്രധാനമന്ത്രിയുടെ മകനെ, നിങ്ങളുടെ സ്ഥാനത്ത് നാം അവരോധിച്ചിരിക്കുന്നു. അലി നൂറിന് വേണ്ടി നിങ്ങൾ സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കുക. കാലതാമസം പാടില്ല. നിങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ. ഖലീഫ കത്ത് കവറിലാക്കി ഒട്ടിച്ച് അലിയുടെ കയ്യിൽ കൊടുത്തു. അതിലെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞില്ല. അലി കത്ത് കണ്ണിൽ തൊട്ട് വന്ദിച്ചിട്ട് തലപ്പാവിനുള്ളിൽ വെച്ചു. കരഞ്ഞുകൊണ്ടിരുന്ന സ്നേഹപ്രിയയെ ഉപേക്ഷിച്ച് ഉടൻ തന്നെ ബസ്രയിലേക്ക് തിരിക്കുകയും ചെയ്തു. അതുവരെ മിണ്ടാതിരുന്ന കിഴവൻ ഇബ്രാഹിം ഇതെല്ലാം കണ്ട് ഖലീഫയെ ശപിച്ചു. ദ്രോഹി, മുക്കുവർക്കിടയിൽ നിന്നെപ്പോലൊരു മഹാപാപി വേറെയില്ല. 4-5 ചെറിയ മീനിന് പകരം 3 ദിനാർ കിട്ടിയത് പോരെ? ഈ പെൺകുട്ടിയെ കൂടി സ്വന്തമാക്കിയാലേ നിനക്ക് തൃപ്തിയാകൂ അല്ലേ? വേല മനസ്സിലിരിക്കട്ടെ. നിനക്ക് കിട്ടിയതിൽ പാതി എനിക്കുള്ളതാണ്. പണവും പെൺകുട്ടിയെയും 2 പേർക്കുമായി വീതിക്കാം. പെൺകുട്ടിയുടെ അവകാശം 1-മത് എനിക്ക്, 2-മത് നിനക്ക്. ഖലീഫ കിഴവനെ രൂക്ഷമായി നോക്കി. ജനാലയ്ക്കടുത്ത് ചെന്ന് കൈ തട്ടി വിളിച്ചു. ഉടൻ തന്നെ മന്ത്രിയും അംഗരക്ഷകരും ഓടി വന്നു. അവർ ഇബ്രാഹിമിനെ പിടികൂടി. അല്പം മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് വരുത്തിയ പട്ടുടുപ്പ് ജാഫർ ഖലീഫയെ അണിയിച്ചു. അപ്പോഴാണ് ഇബ്രാഹിം ഖലീഫയെ തിരിച്ചറിഞ്ഞത്. താൻ സ്വപ്നം കാണുകയാണെന്ന് പാവം കിഴവൻ സംശയിച്ചു. എടോ, എന്താണിവിടെ? ഖലീഫയുടെ ശബ്ദം കേട്ട് അയാളുടെ ലഹരി ഇറങ്ങി. രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ശരി ശരി, നിനക്ക് ഞാൻ മാപ്പ് തരുന്നു, ഖലീഫ പറഞ്ഞു. എന്നിട്ട് സ്നേഹപ്രിയയോട്, ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ, വരൂ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിൽ അവർക്ക് ഖലീഫ ഒരു മുറി അനുവദിച്ചു കൊടുത്തു. അവളുടെ സുഖ സൗകര്യങ്ങൾക്കായി ഭൃത്യരെയും അടിമകളെയും നിയമിച്ചു. ഇപ്പോൾ നീ എൻ്റെതാണ്. അലി നിന്നെ എനിക്ക് തന്നു. നിന്നെ എനിക്കിഷ്ടവുമാണ്. അലിയെ ഞാൻ ബസ്രയിലെ സുൽത്താനായി അവരോധിച്ചിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിച്ചാൽ അധികം വൈകാതെ അയാൾക്ക് സ്ഥാനവസ്ത്രങ്ങൾ കൊടുക്കാൻ നാം ഉദ്ദേശിക്കുന്നു. നീ തന്നെ അത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അയാളുടെ രാജ്ഞിയായി അവിടെ കഴിയണം എന്ന് നിർദ്ദേശിച്ച ഖലീഫ ഹാരുൺ അൽ റഷീദ് സ്നേഹപ്രിയയെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി. ആലിംഗന ചുംബനാദികൾ കൊണ്ട് നേരം വെളുപ്പിച്ചു. അല്ലാഹുവിൻ്റെ കൃപയാൽ ബസ്രയിലെത്തിയ അലി നൂർ നേരെ കൊട്ടാരത്തിൽ ചെന്നു സുൽത്താനെ കണ്ട് ഖലീഫയുടെ കത്ത് കൊടുത്തു. കൈപ്പടം ഖലീഫയുടേതാണെന്ന് മനസ്സിലാക്കിയ സുൽത്താൻ എഴുന്നേറ്റ് 3 തവണ കത്ത് ചുംബിച്ചു. കവർ പൊട്ടിച്ച് കത്ത് വായിച്ചു. ഖലീഫയുടെ നിർദ്ദേശം ദൈവനിയോഗമാണ്. അത് ഞാൻ അനുസരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ന്യായാധിപന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി സിംഹാസനം ത്യജിക്കാൻ തയ്യാറായി. അപ്പോഴാണ് മന്ത്രി അൽ മൊയിൻ അവിടെ എത്തിയത്. അയാൾ കത്ത് വായിച്ചിട്ട് കടലാസിൻ്റെ അടിയിൽ ഖലീഫയുടെ മുദ്രയുള്ള ഭാഗം പെട്ടെന്ന് വലിച്ചു കീറി വായിലിട്ട് ചവച്ചരത്ത് നിലത്ത് തുപ്പി.
ചെകുത്താനെ, നീ എന്താണ് ചെയ്തത്? സുൽത്താൻ കോപം കൊണ്ട് വിറച്ചു. മന്ത്രി പറഞ്ഞു, രാജാവേ, ഇവനൊരു തട്ടിപ്പുകാരനാണ്. ഈ കള്ളൻ ഖലീഫയെയോ അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ പോലും കണ്ടിട്ടില്ല. ഖലീഫ ഒപ്പിട്ട ഏതോ പഴയ കടലാസിൽ കൃത്രിമമായി ഉണ്ടാക്കിയതാണിത്. ഖലീഫയുടെ കത്താണെങ്കിൽ കൊട്ടാരത്തിലെ ഗുമസ്തനെ കൊണ്ട് എഴുതിക്കുമായിരുന്നു. മാത്രമല്ല, ഇത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് മന്ത്രിയെയോ ഉദ്യോഗസ്ഥന്മാരെയോ ഇവൻ്റെ കൂടെ അയക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? സുൽത്താൻ ചോദിച്ചു. ഇവനെ എനിക്ക് വിട്ടുതരണം, ഞാൻ സത്യം കണ്ടുപിടിക്കാം. ഇവനോടൊപ്പം ഒരാളെ ബാഗ്ദാദിലേക്ക് അയച്ച് ഔദ്യോഗികമായി ഉത്തരവ് വരുത്താം. അല്ലെങ്കിൽ ഈ വഞ്ചകന് തക്ക ശിക്ഷ കൊടുക്കാം. മന്ത്രിയുടെ ഉപദേശം ശരിയാണ് സുൽത്താനെന്ന് തോന്നി. കോപം കൊണ്ട് വിറച്ച അദ്ദേഹം കുറ്റവാളിയെ പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചു. ഭടന്മാർ അലിയെ തല്ലി ബോധം കെടുത്തി. കാരാഗൃഹത്തിലെ ഇരുട്ടറയിലിട്ടു. രാപ്പകൽ അയാളെ മർദ്ദിക്കണമെന്ന് ജയിലറോട് ചട്ടം കെട്ടിയിരുന്നു. എന്നാൽ ആ ജയിലർ അലിയുടെ പിതാവിൻ്റെ വിശ്വസ്ത സേവകനായിരുന്നു. അയാൾ അലിയെ ഉപദ്രവിച്ചില്ല. അതേസമയം കഠിനമായി മർദ്ദിക്കുന്നുണ്ടെന്ന് മന്ത്രിയെ അറിയിച്ചു പോന്നു. കഥയുടെ ബാക്കി കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.